CPI തർക്കത്തിൽ എസ് അജയ്കുമാറിനെ തള്ളി CPM ജില്ലാ സെക്രട്ടറി. CPI-CPM ബന്ധം വളരെ ഊഷ്മളമാണ്. അജയ്കുമാർ തിരുത്തണമെന്ന് എൻ സുരേഷ് ബാബു. തോറ്റാൽ കുറ്റം CPM-നെന്നും വിജയിച്ചാൽ ക്രെഡിറ്റ് CPI-ക്കുമെന്നാണ് CPI നിലപാടെന്നും 4 ആളുള്ളിടത്ത് 5 സീറ്റ് ചോദിക്കുന്ന പാർട്ടിയാണ് CPI എന്നും മുൻ MP അജയ്കുമാർ കഴിഞ്ഞ ദിവസം പൊതുയോഗത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിനാണ് സുരേഷ് ബാബുവിന്റെ മറുപടി. ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധം സഹോദര തുല്യമാണ്. അതിനെ എതിർക്കുന്ന പ്രസ്താവനകൾ CPM തള്ളിക്കളയും. ബിനോയ് വിശ്വത്തെ പോലെ ഒരു നേതാവിനെ അറിയാതെ പോലും ആക്ഷേപിക്കരുത്. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. പ്രസംഗിക്കുന്നതിനിടയിൽ ആവേശം കൊണ്ട് പറഞ്ഞതാവും. അതുപോലും അംഗീകരിക്കില്ലെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. ഞങ്ങൾ ഒരു മുന്നണിയിൽപ്പെട്ട പാർട്ടിയാണല്ലോ. LDF-നകത്തുള്ള പാർട്ടികളാണ് CPM-ഉം CPI-യും. യഥാർത്ഥത്തിൽ ഈ CPI-CPM ബന്ധമെന്ന് പറയുന്നത് സഹോദര തുല്യമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തിന് ഇടിവ് വരുത്തുന്ന ഒരു പ്രസ്താവനയും പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് തെറ്റായ ഒരു രീതിയാണ്. ഏത് സന്ദർഭത്തിലാണെങ്കിലും അത്തരം പ്രസ്താവന ആരുടെ ഭാഗത്ത് വന്നാലും അത് പാർട്ടി തള്ളിക്കളയുകയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ മാത്രമല്ല, CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സഖാവ് വിനോയ് വിശ്വം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ പ്രബുദ്ധതയൊക്കെ ഈ കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ പോലുള്ള ഒരാളെയെല്ലാം അറിയാതെ പോലും ആക്ഷേപിക്കുന്നത് തെറ്റാണ്. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അറിയാതെ പോലും അങ്ങനത്തെ ഒരു മനസ്സ് രൂപപ്പെടാൻ പാടില്ല. അത് തെറ്റായ രീതിയാണ് വന്നിട്ടുള്ളത്. അതൊരിക്കലും CPM-നെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കപ്പെടുന്ന കാര്യമല്ല. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ വളരെ ഊഷ്മളമായ ബന്ധത്തിലാണ്. പൊതുവെ ജില്ലയ്ക്കകത്തും സംസ്ഥാനത്തിനകത്തൊക്കെ ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമാണ് തെരഞ്ഞെടുപ്പുകളിലെ വിജയങ്ങളെല്ലാം ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഈ 2 ടൈമിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമെല്ലാം ഇടതുപക്ഷ ഐക്യത്തിൻ്റെയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തെ വർഗീയ ഫാസിസത്തിനെ ചെറുക്കുന്നതിൽ വളരെ നല്ല നിലയിൽ ഒറ്റക്കെട്ടായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികളെന്ന നിലയ്ക്ക് CPI-യും CPM-ഉം ഒറ്റക്കെട്ടായിട്ടാണ് രാജ്യത്തും സംസ്ഥാനത്തും ജില്ലയിലുമെല്ലാം വർഗീയ ഫാസിസത്തിനെ ചെറുക്കുന്നതിൽ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരു മുന്നണിക്കകത്തെ പാർട്ടിയെ അറിയാതെ പോലും ആക്ഷേപിക്കുന്നത് തെറ്റായ രീതിയാണ്. അത് ശരിയല്ല എന്നുള്ളതാണ് അഭിപ്രായം. അജയ്കുമാറിന്റെ പ്രതികരണത്തിന് പിന്നാലെ ഇന്നലെ CPI ജില്ലാ സെക്രട്ടറിയുടെ രൂക്ഷ പ്രതികരണവും വന്നിരുന്നു. ദീർഘകാലമായി CPM-CPI പോര് നടന്നുകൊണ്ടിരിക്കുന്ന മണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന പൊതുയോഗത്തിലായിരുന്നു അജയ്കുമാറിന്റെ പ്രസംഗം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മണ്ണൂരിൽ CPI ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചത്. ബലം വന്നപ്പോൾ ഇവർക്ക് സീറ്റൊന്നും നേടാനും കഴിഞ്ഞില്ല. ഇത് മുൻനിർത്തിയായിരുന്നു പ്രസംഗം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം CPM-നും മുഖ്യമന്ത്രിക്കുമാണെന്ന CPI നേതൃയോഗത്തിന്റെ വിമർശനത്തിന്റെ തുടർച്ചയായാണ് അജയ്കുമാറിന്റെ പരസ്യ വിമർശനം. UTV ന്യൂസ്, പാലക്കാട്.